आज के इस I can speak in English and Hindi, but after Baba Ramdev, I will prefer speaking in Hindi now. आज के इस महासमागम में हमारे जैसे व्यक्ति को आप सब लोगों ने इस धर्म समागम में आने का निमंत्रण दिया। मैं इस धरती का नमन करता हूं और इस मंच पर उपस्थित सभी धर्मगुरुओं का नमन करता हूं। ശ്രീ ബാബ രാംദേവ്ജിയുടെ പ്രസംഗത്തിന് ശേഷം എനിക്ക് മനസ്സിലായി ഹിന്ദിയിൽ സംസാരിക്കുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാം. ഇന്ന് ഈ വലിയ ധർമ്മരക്ഷാ സംഗമം, ആ സംഗമത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വിളിച്ചതിന് നന്ദി. ഈ ധർമ്മരക്ഷാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും എൻ്റെ നമസ്കാരം. Well, I have been asked to speak in English, and I come from Delhi. I carry the greetings of the Prime Minister Narendra Modi to this Dharm Sansad and these Dham Gurus who are present here. ഈ വലിയ ധർമ്മരക്ഷാ സംഗമത്തിൽ ഇവിടെ വരാൻ സാധിച്ചു. ഇവിടെ പങ്കെടുത്ത സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. Where we stand today in the nation's politics, I was talking to my colleagues this morning, and of course elections are on in Kerala, and a government has to be formed in the state of Kerala. The issue which I would like to talk to you, that I stand as a minister in the union government, as a part of the Modi government, not because I have reached there out of my hard work, which could be true, but the people who carry the saffron flag have for the first time hosted a government which is in the direction which all of us are gathered here together. ഞാൻ രാഷ്ട്രീയത്തിൽ സംസാരിക്കാം, രാഷ്ട്രീയ കാര്യങ്ങൾ പറയാം. കേരളത്തിലെ ഇലക്ഷൻ സമയമാണ്. ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം, ഞാനിന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിയാണ്. ഞാൻ ഈ മന്ത്രി സ്ഥാനത്ത് എത്തിച്ചേർന്നത് ശരിയാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല ഇന്ന് എത്തിച്ചേർന്നത്. ഈ രാജ്യത്തിലെ ജനലക്ഷങ്ങൾ കാവി പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. I can speak in. आज हमारे लिए एक बहुत सुख का भी दिन है, और आज हमारे लिए अभी 5 मिनट पहले एक बड़ा दुख का भी समाचार मिला है. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമായ ഒരു ദിവസമാണ്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ലഭിക്കുകയുണ്ടായി. आज सुख का दिन इसलिए है कि आज के दिन ही 1980 में भारतीय जनता पार्टी का जन्म हुआ था, और उसकी शुरुआत हुई थी, जिसकी सरकार नरेंद्र मोदी की सरकार, इस केसरिये झंडे की सरकार, इसके निकट की सरकार आज आप दिल्ली में देख रहे हैं. ഇന്ന് ഞാൻ ഇതൊരു ആനന്ദകരമായ ദിവസമാണെന്ന് പറയാൻ കാരണം, ഇന്നേ ദിവസം ഏപ്രിൽ മാസം 6-ാം തീയതി 1980 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ആ പാർട്ടിയുടെ ഗവൺമെന്റ് सब लोग जो इस मंच पर हैं, जितने साधु सन्यासी हमारे बीच में हैं, सब आप वाकिफ होंगे श्री लाल कृष्ण अडवाणी जी से, और सब कोई वाकिफ होंगे उनकी पत्नी श्रीमती कमला अडवाणी जी से. ഈ വേദിയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ ഉപവിഷ്ടരായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ, മിക്കവരും എല്ലാവരും തന്നെ ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജിയുമായി സംസാരിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീ കമല അഡ്വാനിജിയുമായി സംസാരിച്ചിട്ടുണ്ടാകും. अभी अभी सूचना प्राप्त हुआ है कि दिल्ली के एम्स में हृदय के गति रुक जाने के कारण श्रीमती कमला अडवाणी जी का देहांत हो गया. इसलिए एक दुखद वेला भी हमारे जैसे राजनीतिक कार्यकर्ताओं के लिए भी. ഇപ്പോൾ വിവരം ലഭിച്ചു, ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഹൃദ്രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ശ്രീമതി കമല അഡ്വാനി അവർ ഈ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത വന്നിരിക്കുന്നു. നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. लेकिन आज संत गुरुओं से ये कहना चाहूंगा,
आप लोगों ने जो दुनिया भर में जो मशाल जला करके हिंदू धर्म की जागरण की है, हिंदू धर्म की गाथा गति है, उसकी कड़ी को बढ़ाने की आवश्यकता है। ഇന്ന് ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെ അഭിനന്ദിക്കണം. കാരണം ഈ നാട് മുഴുവൻ പ്രചരണം നടത്തി ഇവിടെ വലിയ കോലാഹലമുണ്ടാക്കി ഇവിടുത്തെ ഹൈന്ദവ സമാജത്തെ ഉണർത്തിയിരിക്കുന്നു, വലിയ അളവിൽ ആളുകളെ എത്തിച്ചിരിക്കുന്നു. അതിന് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു സന്യാസി ശ്രേഷ്ഠന്മാർ. हिंदू धर्म की गति तो पूरे दुनिया में एक वेग के साथ बढ़ रही है और देश का शीर्ष जो सबसे बड़ा कोट है वो तो ये कहता है कि हिंदू धर्म किसी व्यक्ति का नहीं, इट्स अ वे ऑफ लाइफ, इट्स अ वे ऑफ लिविंग. ഹൈന്ദവ ധർമ്മം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ ധർമ്മം ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണെന്ന് ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. इस हिंदू धर्म को लेकर के चलने वाले राजनीतिक पार्टियां जो देश में हैं, उत्तर भारत में तो उन्होंने अपना पदचिन्ह चारों तरफ बना दिया है, चाहे वो मध्य प्रदेश में हो, चाहे छत्तीसगढ़ में हो, चाहे गोवा में हो, चाहे झारखंड में हो, चाहे हरियाणा में हो, चाहे प्रांत के गुजरात में हो. हम लोगों ने आपके इस धर्म झंडे को और इस धर्म गुरु के आशीर्वाद से देश को चलाने के लिए इन राज्यों में भी अपनी पांव फैला दी है. ഹൈന്ദവ ധർമ്മവും ആ ധർമ്മത്തെ അനുഭവത്തോടെ കാണുന്ന അതിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഗുജറാത്തിലാവട്ടെ, രാജസ്ഥാനിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, ജാർഖണ്ഡിലാവട്ടെ, ഛത്തീസ്ഗഡിലാവട്ടെ, വടക്കേ ഇന്ത്യയിലെ നാനാഭാഗത്തും ഹൈന്ദവ ധർമ്മവുമായി വളരെ അനുഭാവപൂർവ്വം സമരസപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് ആ പൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു. और यहां तक कि हम लोग जिस स्थान पर आज तक भारतीय जनता पार्टी की सरकार नहीं बनी, जहां डॉक्टर श्यामा प्रसाद मुखर्जी ने अपना बलिदान दिया था, आज भारतीय जनता पार्टी की आपके आशीर्वाद से जम्मू कश्मीर में भी हमारी सरकार बनी. സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇന്ത്യ മുഴുവൻ മാത്രമല്ല, ഏത് സംസ്ഥാനത്ത് വെച്ചാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തൻ്റെ ജീവൻ ബലി നൽകിയത്, ആ ജമ്മു കാശ്മീർ സംസ്ഥാനത്തും ഇന്ന് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആശീർവാദം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് വന്നിരിക്കുന്നു. लेकिन इतना बड़ा समुद्र तट आज के इस पूरे समागम को देखने के बाद भारत में 6000 किलोमीटर समुद्र तट है. आज इस समागम को देखने के बाद, आप सब लोगों को देखने के बाद धर्म गुरुओं से तो यही आग्रह है कि इस देश में पूरे दक्षिण में 6000 किलोमीटर समुद्र तट है. इस प्रकार का समागम आप पूरे दक्षिण में करते रहिए. जो केसरिया हमारा दक्षिण तक पूरे तौर पर नहीं पहुंच पाया है, वो भी इस 6000 किलोमीटर कोस्ट लाइन पर इस प्रकार का समागम होता रहेगा तो हमारे लिए दक्षिण भी अछूता नहीं रहेगा, ऐसा हमारा मानना है. ഇന്ന് ഈ സമുദ്ര തീരത്ത് കടലോരത്ത് ഇത്രയും വലിയ ആളുകളെ ഈ സന്യാസി ശ്രേഷ്ഠന്മാർ വിളിച്ചു ചേർത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിൽ 6000 കിലോമീറ്റർ സമുദ്ര തീരമുണ്ട്. ഇനി വലിയ മഹാജനക്കൂട്ടത്തെ കണ്ടിട്ട് ഞാൻ സന്യാസി ശ്രേഷ്ഠന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്, ഇതുപോലുള്ള വലിയ ജനലക്ഷങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട സമ്മേളനം ദക്ഷിണ ഭാരതത്തിലെ 6000 കിലോമീറ്റർ നീളമുള്ള ഈ സമുദ്ര തീരങ്ങളിൽ നടത്തണം. അങ്ങനെ ദക്ഷിണ ഭാരതത്തിലും നമുക്ക് അജയ്യമായ ഒരു ശക്തിയായി മാറാൻ സാധിക്കണം. आप सब लोगों ने तो अपना जीवन में त्याग किया है. मैं सिर्फ एक छोटा सा उदाहरण देकर के अपना भाषण समाप्त करूंगा, क्योंकि इतनी बड़ी जनसंख्या में आप सब लोगों से बात करने का मौका मिला है और मैं एक अच्छे हिंदू के नाते अपनी मां की चर्चा यहां जरूर करना चाहूंगा. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെറിയ ഉദാഹരണം സഹിതം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഈ വലിയ ജനക്കൂട്ടം, ഈ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എനിക്ക് നമ്മുടെ അമ്മയെ പറ്റി, മാതാവിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയട്ടെ. और आप सब लोगों ने जो हमें ज्ञान दिया है, मैं तो बिहार से आता हूं. मेरे पिताजी का देहांत तब हो गया था जब मैं 5 वर्ष का था और मेरी मां ने मुझे पाल पोस के बड़ा किया. लेकिन मेरी मां जब पिताजी का देहांत हुआ तो उसे लगता था कि बाकी लोग सब लोग धन संपत्ति ले जाएंगे, इसे बचा करके रखना होगा. ഞാൻ ബീഹാറിൽ നിന്ന് വരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി.
എൻ്റെ മാതാവ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത്. എൻ്റെ പിതാവ് മരിച്ചപ്പോൾ മാതാവ് അവർ വിചാരിച്ചു ഈ സമ്പത്തും ധനവുമെല്ലാം മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുമല്ലോ, അതുകൊണ്ട് സംരക്ഷിച്ചു നിർത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. तो जो भी थोड़ा संपत्ति था, जो भी घर बार था, मेरी माँ ने हमें 6 भाई बहनों को पढ़ाने और लिखाने में लगाया और आज सब हम लोग देश के अच्छे स्थान पर हैं. कोई सरकारी सेवा में बड़े पद पर है, कोई फौज में है, मैं नेता बन गया हूं. और मुझे लगता है कि जो पूरी धन संपत्ति जो हमारे पूर्वजों ने दिया उसका हम लोगों ने जितना लाभ पाना था, हमारी माँ ने उसको सजा करके हमें अच्छा शिक्षा दिया. പൂർവികമായ സമ്പത്ത് ഉപയോഗിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ 6 സഹോദരി സഹോദരന്മാരെ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം നൽകി. ഞങ്ങൾ 6 പേരും ഇന്ന് ജീവിതത്തിൽ നല്ല നിലയിലെത്തി. ചിലർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, ചിലർ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു, ഞാൻ കേന്ദ്രമന്ത്രിയായി. അങ്ങനെ പൂർവികമായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മ വളരെ നല്ല രീതിയിൽ ആ സമ്പത്ത് വിനിയോഗിച്ചപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. लेकिन मुझे आज लगता है कि जो कुछ भी हमारे जैसे लोगों को जीवन बनाने में हमारे माँ का जैसे और आपके बीच में कितनी माँ बैठी हैं, तो 2 चीज आपको करना होगा. और अगर इस केसरिया झंडे को आग अगर ऊपर रखना चाहते हैं तो अपने बच्चों को अच्छी शिक्षा देनी होगी, इस धर्म संस्कार को देना होगा, इस धर्म गुरुओं के आशीर्वाद तक उनको पहुंचाना पड़ेगा और उनको देश की सेवा में लगाना होगा. അതുകൊണ്ട് ഇവിടെ അമ്മമാർ ധാരാളം ഇരിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ധർമ്മബോധം ഉണ്ടാക്കുക, സന്യാസി ശ്രേഷ്ഠന്മാരെ ആദരിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെ നല്ല പൗരന്മാരാക്കി ഈ രാജ്യത്തിന് ഉപകാരമുണ്ടാവുന്ന രീതിയിൽ വളർത്താൻ സാധിക്കുക. और उसके बाद यदि आपके बाल बच्चे देश की सेवा में, धर्म की सेवा में लग जाएं और समाज की सेवा में लग जाएं, जिस प्रकार से एक उदाहरण इस देश में हम देखते हैं, तो उसके बाद जो कुछ भी बचा हो वो राष्ट्र सेवा में, धर्म की सेवा में अपनी पूरी संपत्ति जिसने आपको यहाँ तक पहुँचाया है, समाज को लौटाने का संकल्प लेके जाएं, तो ये बहुत बड़ी उपलब्धि होगी. നിങ്ങൾ രാജ്യത്തിനും സമൂഹത്തിനും ഗുണമുള്ള രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകിയ ഈ രാജ്യത്തിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം, ഈ രാജ്യത്തിന് വേണ്ടി അങ്ങോട്ടെന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. അതാണ് നാം വളർന്ന് നല്ല വിദ്യാഭ്യാസം നേടി നല്ല അവസ്ഥയിലെത്തിയാൽ നാം തിരിച്ചു ചെയ്യേണ്ടത്. ആ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. और इसमें जब ये चर्चा हम अंतिम रूप से करते हैं तो हमारे भारतीय जनता पार्टी में इन धर्म गुरुओं का जो आशीर्वाद मिला है, हमारे बीच जो संस्कार उत्पन्न हुआ है, जो देश सेवा में हम अपने आप को समर्पित करते हैं, इसी का परिणाम है कि हम ऐसे पार्टी में हैं, ऐसे लोग के बीच में हैं जहां एक चाय बेचने वाले के बेटा को भी हम लोग देश के प्रधानमंत्री के कुर्सी पर बैठा सकते हैं. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ച സമയത്ത്, ആ സംസ്കാരവും ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊണ്ട സമയത്ത് വളരെ ചെറിയ ചുറ്റുപാടിൽ നിന്നും വളർന്ന വ്യക്തി, ഒരു ചായ വിറ്റു നടന്ന ഒരു ബാലൻ, ആ ബാലനെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു. അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരം. और यही हमारी धारणा है और यही हमारी आपके बीच में आप साधु संतों से और महानुभावों से, गुरुओं से ये आशीर्वाद, हमेशा हमारी आशीर्वाद चाहिए कि पहली बार आपके आशीर्वाद से हमें देश में कुछ करने का मौका मिला है और इस आशीर्वाद को आप और इतना बढ़ाएं कि इस देश में जो बचा खुचा काम है और जो बचा खुचा जो हमारे लिए जो इस धर्म को लेकर के और जो इस केसरिया को पूरे दुनिया के तक पर पहुंचाना है, वो आशीर्वाद हम लोगों को मिल सके, ताकि आपके उस अंदेशा को, आपके उस भावना को, आपके उस सोच को, आपके उस संकल्प को हम आगे बढ़ा सके. इन शब्दों के साथ आप सबका बहुत बहुत आभार, धन्यवाद. സന്യാസി ശ്രേഷ്ഠന്മാരോട് അഭ്യർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം, നിങ്ങളുടെ കൃപയുണ്ടാകണം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ എല്ലാ മൂലയിലും ഈ പ്രത്യയശാസ്ത്രം എത്തിക്കാൻ സാധിക്കണം. നിങ്ങളെ നിങ്ങളെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ ലോകം മുഴുവൻ ഈ ധർമ്മം, ഈ രാജ്യം വലിയ സ്ഥാനം നേടട്ടെ, ഈ രാജ്യം മുഴുവൻ നന്മയുണ്ടാവട്ടെ, അതിന് ഈ സർക്കാരിന് സാധിക്കട്ടെ, അതിന് എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. और अंतिम रूप से यही कहूँगा कि अगर ये सच्चाई है जो मैं अपने आंखों के सामने देख रहा हूँ, अगर ये सच्चाई है कि इस समुद्र तट पर इतनी बड़ी जमात बैठी है, तो केरल में जिस प्रकार से हम लोगों ने वर्षों पहले 2 सांसद से प्रारंभ करके आज देश में इस बड़ी सरकार को संभाला है, आने वाले तिथि में कोई ताकत नहीं है जो रोक सके.
कल केरल में भी आपका इस केसरिए झंडे का अंजाम दिख सकेगा। कोई ताकत नहीं है जो इस अंजाम को रोक सके। इन शब्दों के साथ आपका आभार व्यक्त करते हुए फिर से सभी धर्मगुरुओं से आशीर्वाद लेकर के मैं अपनी बात समाप्त करता हूं। ഇന്ന് കേരളത്തിൽ ഈ വലിയ ജനക്കൂട്ടം ഇത് സത്യമാണെങ്കിൽ ഒന്നുറപ്പാണ്, കേരളത്തിൽ മാറ്റം വരാൻ പോകുന്നു. കേവലം 2 സീറ്റിൽ നിന്നും ഇന്ന് BJP ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.